ഇന്ന് നമുക്ക് പൗരോഹിത്യം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് പഴയ നിയമ പ്രവചനത്തിൽ നിന്നൊരു ഭാഗം ചിന്തിക്കാം. മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മനസ്സുവെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അതെ, നിങ്ങൾ മനസ്സുവെക്കായകൊണ്ട് ഞാൻ അവയെ ശപിച്ചുപിരിക്കുന്നു. പുരോഹിതന്മാരോട് യഹോവയുടെ ഒരു ആജ്ഞയാണ്. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും എന്നാണ്. പൗരോഹിത്യ മേഖലയെക്കുറിച്ച് നാം മൊത്തം പരിശോധിക്കുമ്പോൾ BC-യിൽ ദൈവം അനുവദിച്ച പൗരോഹിത്യം, അതാണ് പൗരോഹിത്യത്തിൻ്റെ തുടക്കം. ജനത്തിനു വേണ്ടി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ, അവൻ എപ്പോഴും യഹോവയുടെ ആജ്ഞ പഠിക്കുകയും അനുസരിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുവാൻ ബാധ്യതയുള്ളവരാണ്. ആ പുരോഹിതന്മാർ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും തങ്ങൾക്ക് ബോധിച്ച വിധത്തിലുള്ള പൗരോഹിത്യ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു. അന്യദൈവങ്ങളെ ആരാധിക്കുന്നു, ബിംബങ്ങൾക്ക് ബലി കഴിക്കുന്നു. ഇങ്ങനെയുള്ള പ്രക്രിയകൾ ആരംഭിച്ചപ്പോൾ യഹോവ അവരുടെ മേൽ ശാപം അയച്ചു എന്നാണ്. ഈ പുരോഹിതൻ എങ്ങനെയുള്ളവൻ ആയിരിക്കണമെന്ന് 7, 8, 9 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചു ഇരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ച് വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലോ. അപ്പോൾ ഇതാണ് പുരോഹിത ധർമ്മം. യഹോവയുടെ അരുളപ്പാടുകളും വചനങ്ങളും പുരോഹിതൻ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. മറ്റുള്ള ജനങ്ങൾ അവരോട് ചോദിച്ച് പഠിക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ യഹോവയുടെ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആ വിഷയങ്ങളെല്ലാം വിട്ടുമാറി ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്ന ഒരു അവസ്ഥ ജഡീയ ഇസ്രായേലിലെ ലേവ്യ പൗരോഹിത്യത്തിൽ നിലനിന്ന പുരോഹിതന്മാർ അങ്ങനെ ചെയ്തു. അതിനാൽ യഹോവയുടെ ശിക്ഷ അവർക്ക് നൽകപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് മറ്റൊരു പൗരോഹിത്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം നാമധേയ ക്രൈസ്തവ മാർഗങ്ങൾ സുന്നകദോസുകളിൽ പാസാക്കിയെടുത്ത പൗരോഹിത്യം അത് ദൈവ നിശ്വസ്തമല്ല എന്നുള്ളതാണ്. ദൈവം അങ്ങനെ ഒരു പൗരോഹിത്യത്തെക്കുറിച്ച് കൽപ്പിച്ചിട്ടില്ല. അഹരോൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരോഹിത്യം. ആ പൗരോഹിത്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ പുരോഹിതന്മാർ വീഴ്ച വരുത്തി എങ്കിൽ
ഇന്ന് നിലവിലുള്ള പുരോഹിതന്മാർ അതിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് വലിയ വീഴ്ചകളാണ് ജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സത്യമായ വചനങ്ങളെ യഥാർത്ഥമായി പഠിപ്പിക്കാതെ മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് യഹോവയെയും യേശുക്രിസ്തുവിനെയും വ്യർത്ഥമായി ഭജിക്കുന്ന ഒരു രീതിയിൽ ഇന്നത്തെ പൗരോഹിത്യം അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യഹോവ ഇപ്പോൾ നിലവിലുള്ള പൗരോഹിത്യത്തിനു മേലും ശാപം അയക്കുമെന്ന്. കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള നിയമങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്നതിൽ ഇന്നത്തെ പൗരോഹിത്യം വീഴ്ച വന്നിരിക്കുകയാണ്. മാതൃകയില്ല, യഥാക്രമം സത്യവിശ്വാസത്തെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുന്നകദോസുകളിൽ പാസാക്കി വച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള ആശയങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് മധ്യസ്ഥന്മാരോടും മരിച്ചുപോയവരോടും പ്രാർത്ഥിപ്പാനും മരിച്ചുപോയവരുടെ പേരിൽ നേർച്ച കഴിപ്പാനും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനും ഇങ്ങനെ ബൈബിൾ അനുശാസിക്കാത്ത വിധത്തിലുള്ള ക്രിയകൾ ചെയ്തുകൊണ്ട് യഥാർത്ഥമായ സത്യം മനുഷ്യരിൽ എത്താത്ത വിധത്തിൽ പുരോഹിതന്മാർ ഇന്ന് അന്യായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയം ആകുന്നതിന് മുമ്പ് ഈ പൗരോഹിത്യം പാടെ നീക്കം ചെയ്യപ്പെടും എന്നാണ്. പുരോഹിതന്മാർ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിന് പകരം അവർക്ക് നൽകപ്പെടുന്നത് യഹോവയുടെ ശാപമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശാപം പ്രാപിക്കുന്നവർ എങ്ങനെയാണ് ജനത്തെ അനുഗ്രഹിക്കുന്നത് എന്ന് ഈ പുരോഹിതന്മാർ തന്നെ ചിന്തിക്കേണ്ടതാണ്. പുരോഹിതന്മാരുടെ ഈ മേധാവിത്വം മറ്റ് ബലഹീനരായ മനുഷ്യരെ സത്യത്തിലേക്ക് തിരിയാതെ വണ്ണം ഈ അബദ്ധവിശ്വാസങ്ങളുടെ കൂമ്പാരങ്ങളിൽ ഇട്ട് കുഴയ്ക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ന്യായവിധി ദിവസത്തിലേക്ക് ഈ തലമുറ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നാം ഈ കാലത്തിൻ്റെ ഗതി അനുസരിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങളെ സകല ജനത്തിനും നിന്ദിതനും നീചനുമാക്കിയിരിക്കുന്നു. ഇന്നത്തെ പൗരോഹിത്യമായാലും ഇന്നത്തെ ക്രൈസ്തവ മത ഉപദേഷ്ടാക്കന്മാരെ ആയാലും ജനങ്ങൾ ആദരിക്കുന്നില്ല. കാരണം അവർ പറയുന്ന ഉപദേശങ്ങളെല്ലാം പരസ്പര വൈരുദ്ധ്യവും വിശ്വാസത്തിനും ബുദ്ധിക്കും യുക്തിക്കും ചേരാത്ത വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. ഇങ്ങനെ ഈ ദുർവ്യാഖ്യാനങ്ങൾ ഉളവായി വരുന്നത് കൊണ്ടാണ് ബൈബിളിൻ്റെ പേരിൽ ഇത്രയും സംഘടനകൾ രൂപം കൊള്ളുവാൻ ഇടയായിത്തീർന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം മേൽ യഹോവയുടെ കോപം ജ്വലിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ സത്യം മനസ്സിലാക്കുവാൻ എല്ലാവരും നേരിട്ട് വേദപുസ്തകം പഠിക്കണം എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് പറയുവാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.